അവനവന് 4 കാശ് മാസപ്പടി കിട്ടാനുള്ള ഒരു ജോലിക്ക് ശ്രമിച്ചാൽ എങ്ങനെ കിട്ടുവടാ? എങ്ങനെ കിട്ടും? ഞാൻ നോക്കണേ. എന്തോ നാടാ കടലാസ്? 85 റുപ്യ ചെലവാക്കി ഇന്നാൾ ഇന്റർവ്യൂവിന് പോയില്ലേ? അവർക്ക് ഇവനെ വേണ്ടാന്ന്. അവൻ അത്രയ്ക്കൊന്നും പ്രായമായിട്ടില്ലല്ലോ. ഇതല്ലെങ്കിൽ വേറൊന്നും. നീ ആ ചായ ഉണ്ട്, അത് തണുക്കണ്ട. നിനക്കറിയില്ല, ഞാൻ പഴയ 8ാം തരം പഠിച്ചതാ. ചാടിക്കിടന്ന് അന്യ നാട്ടിപ്പോയി നല്ലോണം അധ്വാനിച്ചു, 4 കാശുണ്ടാക്കി ഇതുങ്ങളെല്ലാം പഠിപ്പിച്ചു. എനിക്കാരും ഒന്നും തരണ്ട, എന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതി. പ്രായമായ ആൺകുട്ടികളാ, അവരെ ഏതു നേരവും ഇങ്ങനെ ചീത്ത പറഞ്ഞാലും. നല്ലത് പറഞ്ഞ് അതിന്റെ ഫലം നീ ഇപ്പൊ കണ്ടില്ലേ? പോയി ഈശ്വരന്മാരോടായി കളി. പറഞ്ഞോ, നല്ലത് ഇനിയും പറഞ്ഞോ. ഒക്കെ അനുഭവിക്കാനുള്ളവരുടെ. എടാ, അച്ഛന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയാതിരിക്കുകയായിരുന്നു. വഴിപാട് നടക്കാൻ മറ്റു കുട്ടികളുടെ കൂടെ നീയും കൂടിയല്ലോ. നിനക്ക് എന്തെങ്ങനെ തോന്നാൻ? ഇന്ന് ചൊവ്വാഴ്ച നിന്റെ ഇടപ്പുറന്നാളല്ലേ? കുളിച്ചു തൊഴുത് തെറ്റ് പറഞ്ഞ് ഭണ്ണാരത്തിൽ 1 റുപ്യ ഇടുന്നു. കാശ് അമ്മണിയോട് വാങ്ങിച്ചു. മറ്റു കുട്ടികൾ ഓരോന്നിന് കൂടുന്നെന്ന് വെച്ച് നീ കൂടണോ? ഞാൻ അവരെ വിളിച്ചത് അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. അച്ഛനും രാഘവനും ചന്ദ്രനും ഇതാ ഇപ്പൊ നീ എല്ലാവരും പറയുമ്പം എനിക്കും തോന്നുന്നു ശരിയാണ്. ഇനി അമ്മണേ ഉള്ളു ബാക്കി. എന്താ? ഓ, ഒന്നുമില്ല. ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പൊ എല്ലാം തുടങ്ങില്ല. അല്ല, അച്ഛൻ തൊള്ളയിടുമ്പം അമ്മ എന്തിനാ ഒപ്പത്തിനൊപ്പം പറയാൻ നിൽക്കുന്നത്? തന്നെ വീട് ഭരിക്കാൻ മാത്രമേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. കാൽപ്പെട്ടിയുടെ താക്കോല് വന്നപ്പോഴേ അമ്മയുടെ വായുടെ താക്കോലൊന്നും നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ അപ്പടി പൊടിയാ. ഉണ്ണി ഒന്ന് പുറത്തു പോകും, ഞാൻ ഇവിടെ നിന്ന് അടിച്ചു വരാം. കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ ഈ കടലാസൊക്കെ? കണ്ണി കണ്ടതൊക്കെ എഴുതി ചീന്തി കളയാനാണോ നീ 4 8 വാങ്ങിക്കൊണ്ട് പോണേ? എടാ, നീ ഇതില് തോന്നിയാസൊക്കെ ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ആരാടാ ഈ ഓമന? എന്താ അവളുടെ കണ്ണിലൊരു പ്രത്യേകത? ഏടത്തിക്ക് കവിതയുടെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ടാവില്ല. അത്ര വലിയ കേമനാന്ന് വെച്ചാ ഒരു തിരുവാതിര പാട്ട് എഴുതിണ്ടാക്കും. എടാ, നീയേ ഇതൊക്കെ കുത്തി കുറിക്കണ നേരത്ത് 4 അപേക്ഷ എഴുതി അയക്കേ. ചന്ദ്രേട്ടന് നിന്റെ അത്ര പഠിപ്പില്ലല്ലോ. 3 മാസം വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. അത് മുമ്പ് ജോലി കിട്ടി. അങ്ങനെ ആൺകുട്ടിയോളും. ചന്ദ്രേട്ടൻ എസ്റ്റേറ്റിലെ മേനോന്റെ വീട്ടിൽ തപസ്സായിരുന്നു. അങ്ങനെ കണ്ടോന്റെ വാതിൽക്കല് ഓച്ഛാനിച്ച് കാത്തുകെട്ടി കിടക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് ചന്ദ്രേട്ടന്റെ കാര്യം എന്താടാ വിശപ്പ് തുടങ്ങിയോ? അരി തളച്ചിരിക്കുന്നു. 2 കല്ല് ഉപ്പിട്ട് 1 ഗ്ലാസ് കഞ്ഞി മുക്കി തരട്ടെ? വേണ്ടമ്മേ. അമ്മനയുടെ അടിച്ചുപാടല് കഴിഞ്ഞില്ലേ? രാഘവനും ചന്ദ്രനും വരണമല്ലേ, ഒരു കൂട്ടം കൂട്ടാൻ അധികം വെക്കാമെന്ന് വെച്ചു. അതിപ്പോ പാടായി. ഓ, ഞായറാഴ്ചയുടെ കാര്യം മറന്നുപോയി. ഇനി എല്ലാവരുടെയും എഴുന്നള്ളത്ത് കഴിഞ്ഞ് അമ്മ എപ്പോഴാണോ ചോറ് തരിക? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും കൂടി ഇത് ഉണ്ണാമല്ലോ. സരോജിനി, ഒന്നിങ്ങോട്ട് വേഗം വന്നു. രാഘവൻ കഴിഞ്ഞ ആഴ്ച വരാത്തതാ. അതുകൊണ്ട് എന്തായാലും ഈ ആഴ്ച വരും. ഒരാഴ്ച അമ്മയുടെ എന്താണമ്മേ? സരോജിനി, കുട്ടികൾ ഉണ്ണാറാവുമ്പോഴേക്ക് എന്റെ മോള് തന്നു. ശരിയാണ്. അവിയലിനുള്ള തേങ്ങായ. അവിയലില്ലെങ്കിൽ രാഘവൻ ഉണ്ണത്തി. ഒന്നും ആയില്ലേ അമ്മേ? ചന്ദ്രനൊരു മുളക് കൂടെ ആകണം, അത്രേ ഉള്ളൂ. നീ ആ മറ്റേ
വൃത്തിയാക്കി പ്രതി. സരോജിനി, ആ തൊഴുത്തിന്റെ കോലായിന്ന് കുറച്ച് വിറം ഇങ്ങോട്ടെടുത്തത്. ഇച്ചിരി മയത്തി പറഞ്ഞൂടെ? എന്റെ അമ്മ പറയും, ബാല്യക്കാരത്തി വെച്ചതല്ല ബാല്യക്കാരി. അവരുടെ അച്ഛൻ കൃഷ്ണേട്ടനുള്ള കാലത്ത് എന്ത് സുഖമായി കഴിഞ്ഞ കുട്ടികൾ. ഇപ്പം വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ അവരെയുണ്ട്. അമ്മേരെ ചെറിയ കുട്ടി എങ്ങോട്ടാ? ആവാത്ത പണിക്ക് പോകുമ്പോ ആലോചിക്കണം. ഇത് പുസ്തകം വായിക്കുന്നത് പോലെ എളുപ്പം എന്നാണ് വിചാരം. കണ്ണിലേതാണ്ട് പോയി. അയ്യോ, തിരുമണ്ട, കണ്ണു തുറക്കും. ഞാൻ ഊതാം. നോക്കൂ, പശുവെള്ളം കൊണ്ട് മോൻ കഴുകിയാ മതി. ആരാ വരുന്നത്? ചന്ദ്രേട്ടനാ. അമ്മണി, ഇത് താഴ്ത്തു വെക്കേ. വിപ്ലവൊക്കെ എവിടം വരെ ആയി നേതാവേ? വരെ ആയി. ഇറങ്ങായതോ? എന്തൊക്കെയാ വിശേഷം? എന്ത് വിശേഷം? നാട്ടിൽ കിടന്നു മടുത്തു. തോട്ടത്തിലെങ്ങാനും ഒരു ജോലി കിട്ടിയിരുന്ന ഞാൻ കൂടെ പോരായിരുന്നു ചന്ദ്രന്റെ കൂടെ. നാട്ടിലൊരു പണി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. റെയിൽവേ സെലക്ഷൻ എന്തായി? കിട്ടിയില്ല. ചന്ദ്രേട്ടന് മാറ്റം കൊണ്ടുവേണം. ലുങ്കി പെട്ടിയിലുണ്ട്, അത് മതി. ബി എക്കാരും എം എക്കാരും ഒക്കെ ഇപ്പോ ബസ് കണ്ടക്ടർ ജോലിക്ക് ശ്രമിക്കുകയാണ്. ജോലിക്ക് എന്നും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് തന്നെ ദിവസം 10-20 പേര് വരുന്നുണ്ട്. തോണിക്കാരൻ മമ്മത് ഒരു 2 രൂപ കൈവായ്പ വാങ്ങിയത് മടക്കി വാങ്ങാതെ നിരീക്ഷിച്ചിറങ്ങിയതാ. ഒരു 100 തവണയായിട്ട് നടക്കണു. ചെല്ലുമ്പോ ഓരോ ചായ തരും. കാശിന്റെ കാര്യം പറഞ്ഞ കാമാ. അപ്പോ കച്ചവടം ലാഭമാണല്ലോ ഇറങ്ങുന്നേരെ എന്ന് പോണം. അല്ല, ലീവ് അധികം ഉണ്ടാവോ? തിങ്കളാഴ്ച കാഷ്വൽ ലീവ്. ഇതിലും വിളമ്പിക്കുവോ അമ്മണി? രാഘവും വരാണ്ടിരിക്കില്ല. നിനക്ക് ജോലിച്ചുണ്ടോ? അവനൊരു കച്ചവട സ്ഥലത്തിരിക്കുന്ന ആളാ. വരൂ എന്നുള്ളതിന് എന്താ നിശ്ചയം? വിളമ്പിക്കോ? വന്നില്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ണോ? നിന്റെ പ്രൊമോഷന്റെ കാര്യം എന്തായി? ചിലപ്പോ ശരിയാവും. ഒഴിവുള്ളപ്പോഴൊക്കെ ആ മേന്റെ വീട്ടിൽ പോണം. അവരോടൊക്കെ കുറച്ച് ബഹുമാനായിട്ട് പെരുമാറുക. ആ കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും വല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. വെറുതെ ഒന്നും പൊട്ടി വീഴില്ല. ആ മേന്റെ മകള് ശാരദ പിന്നെ പഠിക്കാൻ പോയി. വെറുതെ ഇരിക്കുകയാണ്. അവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. അമ്മേ, ദാ വലിയേട്ടൻ വന്നു. എല്ലാവരും ഇരുന്നല്ലോ. രാഘവ, വേഗം പോയി കൈയും കാലും കഴിയച്ച് ഇങ്ങോട്ട് ഇരുന്നു. ഞാൻ പറഞ്ഞില്ലേ രാഘവൻ ഇപ്പൊ വരുമെന്ന്. സമ്മതിച്ചു. സാമ്പാർ കുറച്ചു വേണ്ട, മതി. വിളമ്പിക്കോ? ഒരു പിടി ഇടുമ്പോഴേക്കും ഈ കുട്ടികൾ തുടങ്ങും മതി മതിയെന്ന്. മുരിങ്ങയ്ക്ക സാമ്പാറാ കൂട്ടാൻ. അരിയക്കോട്ട കൂപ്പിൽ പണി തുടങ്ങിയോ? ജോലിക്കാരെ അയച്ചിട്ടുണ്ട്. ലോറി പോവാൻ വലിയ പ്രയാസം. എന്താ ഉണ്ണി? പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെലക്ഷൻ ഉണ്ടെന്ന് കേട്ടല്ലോ. പേപ്പറിൽ ദിവസവും പരസ്യം കാണുന്നുണ്ട്. ട്രൈ ചെയ്യണം, അല്ലാതെ ജോലി ആരും വിളിച്ചു തരില്ല. ആര് ശ്രമിക്കണം? ആർക്കാണ് ആവശ്യം? സജ്ജനങ്ങളുമായി കൂട്ടുകൂടില്ല. തൊഴിലില്ലാത്ത പിള്ളേരുമായിട്ടാണ് സഹവാസം. എന്തിനാ അമ്മാവ എന്നെ തല്ലണത്? ഞാൻ നന്നാവില്ല എന്ന് പണ്ടാരോ പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ പോലെയാണ്. അതെ, വെറുതെ കളവ് പറയുമ്പോ വിചാരിക്കണം. മര്യാദയ്ക്ക് കുടിക്കണുണ്ടോ അത് അമ്മയുടെ അടുത്ത് കൊടുത്തായിരിക്കും. അച്ഛനും ഏട്ടന്മാരും നിന്നോട് ഇഷ്ടമില്ലാണ്ട് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ശരിയാവും.
നിനക്കിപ്പോഴേ ഹേമദ്രുമയോഗാണ് ജാതകത്തില്. ആര് പറഞ്ഞു? അമ്മ